പെരിയാറിൽ മത്സ്യം ചത്തുപൊന്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അതേസമയം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ കെ മീര അറിയിച്ചു. പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സബ് കളക്ടർ കെ മീര അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ പരിശോധന നടത്തി. കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളാണെന്നും മത്സ്യക്കുരുതിയുടെ കാരണം കണ്ടെത്തുന്നതിനാണ് മുൻഗണനയെന്നും സബ് കളക്ടർ കെ മീര പറഞ്ഞു. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് സമർപ്പിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. നമ്മൾ എന്തായാലും എല്ലാ വകുപ്പുകളുടെ അടുത്തു നിന്നും നമ്മൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഓരോ കംപ്ലയിൻറ്റുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും അന്വേഷിക്കും. എടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറി യൂണിറ്റുകളിലും സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഇതിനിടെ കൊഫോസ് നിയോഗിച്ച സംഘവും അന്വേഷണം തുടങ്ങി. അതേസമയം പെരിയാറിൽ മത്സ്യം ചത്തുപൊന്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ച് CITU നേതാവ് കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വ്യവസായങ്ങളുടെ നിലനിൽപ്പും പെരിയാറിന്റെ ആരോഗ്യകരമായ അവസ്ഥയും തമ്മിലുള്ള പാരസ്പര്യത്തെ ശരിയായി കാണുമ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പെരിയാർ അവിചാരിതമായി വിഷലിപ്തമാകുന്നതിന്റെ പുറകിൽ വ്യവസായങ്ങൾക്ക് പങ്കുണ്ടെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ അതിനൊരു പരിഹാരം വേണ്ടേ? ഇതൊരു പുതിയ കാര്യമല്ല. ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ, CPIM കളമശ്ശേരി ഏരിയ സെക്രട്ടറി KB വർഗീസ് തുടങ്ങിയവരും സംസാരിച്ചു. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഷട്ടർ ഒരു മുന്നൊരുക്കവും പരിശോധനയുമില്ലാതെ തുറന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. വലിയ തോതിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ രാസമാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് PCB ഒരു സൂചനയും നൽകിയിരുന്നില്ലെന്നും CPIM ആരോപിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.